ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ 50 കോടി ക്ലബിലേക്ക് കയറിയത് ഈ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ വന്നിരിക്കുകയാണ്. ഉണ്ണിമുകുന്ദൻ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു പോസ്റ്റർ നമുക്ക് പങ്കുവച്ചിരിക്കുന്നു. അതിഗംഭീരമെന്ന് തന്നെ പറയാം. 5 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡായി 50 കോടി നേടിയിരിക്കുന്നു ഈ ഒരു സിനിമ. ഏറെ ദിവസങ്ങളായി നമ്മൾ കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ 50 കോടി കേൾക്കാൻ വേണ്ടി. നമുക്കറിയാം ഈ 5-ാം ദിവസം സിനിമ തീർച്ചയായും 50 കോടി കയറിയിട്ടുണ്ട് എന്നുള്ളത്. എന്നിരുന്നാലും ഒരു ട്രാക്കേഴ്സ് പോലും അത് സമ്മതിക്കുന്നുമില്ലായിരുന്നു. എന്തായാലും അതിന് മുമ്പ് ഒരു കാര്യം പറയാം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. അതുകൂടാതെ ഈ സിനിമ ഈ ആഴ്ച തന്നെ 100 കോടിയിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഈ ന്യൂ ഇയറിന് മുമ്പ് തന്നെ ഈ സിനിമ 100 കോടിയിലേക്ക് എത്തും. അപ്പോൾ ഒരു അഭ്യർത്ഥന കൂടെ പറയുന്നു. നമ്മളുടെ ചാനലും 45,000 സബ്സ്ക്രൈബേഴ്സിലാണ് നിൽക്കുന്നത്. ഈ സിനിമ 100 കോടി അടിക്കുന്നതോടുകൂടി നമുക്കും ആ ഒരു ചലഞ്ചിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ 50,000 സബ്സ്ക്രൈബേഴ്സ് മാർക്കോ 100 കോടി എത്തുമ്പോഴത്തേക്ക് നമുക്കും എത്താൻ കഴിയും. അത് നിങ്ങൾ തന്നെ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. അത് ഒരു റിക്വസ്റ്റായി കണക്കാക്കുക. ഇനി മാർക്കോയുടെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, മാർക്കോയ്ക്ക് എതിരാളികളില്ലാതെ തന്നെയാണ് മാർക്കോ കുതിച്ച് ഉയരുന്നത്. അതായത് ഇന്നത്തെ ഒരു ദിവസത്തിൽ തന്നെ നമുക്കൊരു കാര്യം തീർപ്പായി. ഇനിയും മാർക്കോയ്ക്ക് അങ്ങോട്ട് മുന്നോട്ട് ഒരു തടസ്സവും ഇല്ലാത്ത പോലെയാണ്. ബറോസ് പോലെയുള്ള ഒരു വമ്പൻ സിനിമ വന്നപ്പോൾ തിയേറ്ററുകളിലേക്ക് കുറഞ്ഞ തിയേറ്ററുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. അതായത് വമ്പൻ സിനിമകൾ വരുമ്പോൾ ചെറിയ സിനിമകളെ ഒതുക്കുന്ന പ്രേരണ പോലെ തന്നെ എല്ലാ സിനിമകൾക്കും നടക്കാറുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ മാർക്കോയുടെ മുമ്പിൽ മറ്റൊരു സിനിമയും ഒന്നുമല്ല എന്നുള്ളതാണ്. അതിഗംഭീരമായിട്ട് തന്നെയാണ് മാർക്കോയുടെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും മികച്ച കളക്ഷനായിരുന്നു. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഞെട്ടിക്കുന്ന കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ നിന്ന് വന്ന. വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ അന്യ സംസ്ഥാനങ്ങളിലും മികച്ച റെസ്പോൺസ് തന്നെയാണ് സിനിമയ്ക്ക്. മറ്റൊരു സന്തോഷകരമായ വാർത്ത എന്ന് പറയാൻ ഹിന്ദിയിലും അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ കൂടുന്നു. അതുപോലെ തന്നെ തിയേറ്റർ കൗണ്ടുകൾ കൂടുന്നു എന്നുള്ള ഒരു വാർത്ത. അതുകൂടാതെ അന്യഭാഷകളിൽ ഉള്ള ആ ഒരു റിലീസ്, അതായത് പ്രത്യേകിച്ച് തെലുങ്കിലുള്ള റിലീസ് ഈ ആഴ്ച തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതോടുകൂടി വരുമ്പോഴത്തേക്ക് ഈ ഒരു ജനുവരി 1 മുമ്പ് സിനിമ 100 കോടിയിലേക്ക് കയറും. കൃത്യം പറഞ്ഞാൽ 7 ദിവസം കൂടെ ഇനിയും ബാക്കിയുണ്ട്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ആരൊക്കെയാണ് ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. കണ്ടവർ വീണ്ടും കാണുന്നു, അത് കഴിഞ്ഞ് പിന്നെയും കാണുന്നു. അമ്മാതിരി കൊടൂരമായിട്ടുള്ള ഒരു സിനിമ, അത്രത്തോളം വയലൻസ് ഉള്ള സിനിമകൾ വ്യത്യസ്തമായിരിക്കണം. ഇങ്ങനെയും സിനിമ ഇറക്കാമെന്നുള്ളതും ഇങ്ങനെ ഇറക്കിയാൽ അതിഗംഭീരമാകുമെന്നും നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ മോസ്റ്റ് വയലൻസ് ഉള്ള സിനിമ 50 കോടി കഴിഞ്ഞിരിക്കുന്നു. അതും ഒരു പുതിയ റെക്കോർഡ് തന്നെയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 5 ദിനം കൊണ്ട് 50 കോടി കയറിയത് ഒരിക്കൽ കൂടെ സന്തോഷമാകുന്നു. കൺഗ്രാജുലേഷൻസ് ഉണ്ണിമുകുന്ദൻ. അപ്പോൾ ആരൊക്കെയാണ് നമ്മളുടെ കൂടെ ഈ ഒരു ചലഞ്ചിലുള്ളത്? നമുക്കും ഒരു 50,000 അല്ലെങ്കിൽ 50K സബ്സ്ക്രൈബേഴ്സിലേക്ക് 7 ദിവസം കൊണ്ട് എത്തിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് തരണം, ഷെയർ ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.